മക്കളെ, ഇന്ന് നമുക്ക് 8ാം ക്ലാസ്സിന്റെ മിഡ് ടേം ക്വസ്റ്റ്യൻ നോക്കാം. പേട് നാമക്ക് കവിതാക്കി പങ്ക്തിയാം പഠേം ഓർ 1 മുതൽ 6 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞത്. പേട് എന്ന കവിതയുടെ ഈ വരികൾ വായിച്ചിട്ട് കേട്ടോ. പേട് തോം പേട് നെഹിയേം तुम दर्जी, तुमने कितने सिले घोंसले, कितनी सिली हवाएं, धूप सिली तो बिगड़ गई, कदरन कदरन छायाएं. പേട് നാമക കവിത കിസ്കി രചന ഹെ. പേട് എന്ന കവിത എഴുതിയത് ആരാണ്? സുശീൽ ശുക്ല. नीचे लिखे आशय वाली पंक्तियां कविता से चुनकर लिखे. താഴെ ഒരു ആശയം തന്നിട്ടുണ്ട്. ഈ ആശയം വായിച്ചിട്ട് നിങ്ങളോട് പറഞ്ഞത് എന്താണ്? ആ വരി ഏതാണ് എന്ന് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ധൂപ് കെ സിൽനെ സേ ചായായെ ബിഗർ ഗയി എന്നാണ് ആശയം. ധൂപ് തുന്നിച്ചേർത്തപ്പോൾ നിഴല് ചിതറിപ്പോയി എന്നാണ് ഈ അർത്ഥം വരുന്ന വരി. ധൂപ് സിലീത്തോ ബിഗർ ഗയി, കദരൻ കദരൻ ചായായേ. ഈ വരികളാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. കവിതാമേ കോൻസി വസ്തു പേട് സേ നഹീം സിലായി ഹെ. കവിതയിൽ ഏത് വസ്തുവാണ് പേട് നെഹീം സിലായി, പേട് തുന്നി ചേർക്കാത്തത്? ഈ താഴെ തന്നതിൽ ഏതാണ് പേട് തുന്നി ചേർക്കാത്ത വരി എന്നാണ് ചോദിച്ചത്. ഗോൻസലെ, ഹവായെ, ഗർ, ധൂബ്. ഇതില് ഗോൻസലെ, ഹവായൻ, ധൂബ് അതൊക്കെ തുന്നി ചേർത്തതാണ് അല്ലെ, കവിതയിൽ തുന്നി ചേർത്തു, നമ്മൾ പഠിച്ചതാണ്. ഗർ എന്നത് നമ്മൾ ആ കവിതയിൽ തുന്നി ചേർത്തതായിട്ട് പഠിച്ചിട്ടില്ല, അതാണ് എഴുതേണ്ടത്. അപ്പൊ ആൻസർ എന്താണ്? ഗർ. അടുത്ത ക്വസ്റ്റ്യൻ. സിലെ ഗോൻസലെ ഇസ്മേ കോൻസാ ശബ്ദ വിശേഷൺ ശബ്ദ ഹെ. സിലെ ഗോൻസലെ എന്നതിൽ വിശേഷൺ ശബ്ദ ഏതാണ്? സിലെ. സഹി മിലാൻ കരെ. ശരിക്കും ഇതിൽ സിലെ എന്നതൊരു വിശേഷൺ ശബ്ദമായിട്ട് വരുന്നില്ല, പക്ഷെ ഇവിടെ സിലെ ഗോൻസലെ വിശേഷൺ ശബ്ദം ചോദിക്കുകയാണെങ്കിൽ ഈ സിലെ തന്നെയാണ് എഴുതേണ്ടത്. സഹി മിലാനാണ്. സഹി മിലാൻ. പേട്, ധൂപ്, ഫൂൽ, മിട്ടി. അതുപോലെ തന്നെ സൈഡിലുള്ളത് രംഗ്, പശ്മിനെ, ദർജി, ചായ. അതില് പേട്, പേട് എന്താണ് നമ്മൾ പഠിച്ചത്? പേട് ദർജിയാണ് അല്ലെ, മരത്തിനെ തയ്യൽക്കാരനായിട്ടാണ് പറയുന്നത്. ഇനി ധൂപോ, വെയിലോ? വെയിൽ വന്നപ്പോ എന്താ സംഭവിച്ചത്? വെയിൽ വന്നപ്പോൾ നിഴല് ചിതറിയില്ലേ, ചായ. അടുത്തത് ഫൂലാണ്. ഫൂൽ എന്താണ്? പശ്മിനയാണ്. ഫൂല് നമ്മൾ പഠിച്ചത്, ഈ കവിതയിൽ പഠിച്ചത് പശ്മിന എന്നാണ്. മിട്ടി എന്താണ്? മിട്ടി രംഗാണ്, മണ്ണ് കൊണ്ട് എന്താണ്? നിറം അല്ലെ, രംഗ്. അതാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, 4 മാർക്കാണ്. ഇത് 4 ഫില്ല് ചെയ്ത. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 5 ജൂൺ പര്യാവരൺ ദിവസ് ഇസ്കാ ഏക് സന്ദേശ് ദേത്തെ ഹുയെ പോസ്റ്റർ തയ്യാർ കരെ. അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ പോസ്റ്റർ ആണ്. നിങ്ങൾ എഴുതേണ്ടത് ജൂൺ 5 പര്യാവരൺ ദിവസ് എന്ന് എഴുതാം. പിന്നെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും പ്രകൃതി സംരക്ഷണത്തിന്റെ പോസ്റ്റർ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പോസ്റ്റർ വചനങ്ങൾ അല്ലെ. അപ്പം പരിസ്ഥിതി ദിനാണ് ഇവിടെ ചോദിച്ചത്. പര്യാവരൺ ദിവസ്, പരിസ്ഥിതി ദിൻ. അപ്പൊ അതിലേക്ക് നിങ്ങൾ പഠിച്ച ഒരു പോസ്റ്റർ വചനം എഴുതി കൊടുക്കുക, ചിത്രവും വരയ്ക്കുക. നിങ്ങൾക്ക് അറിയാവുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു വർക്കാണിത്, അത് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ അത് ചെയ്യാം. അടുത്തത് കഹാനിക്ക് ഘടനാവോങ്കോ ക്രമസേ ലിഖേം. ഒന്നുകൂടെ ഈ എന്താ പറയാ പോസ്റ്ററിന്റെ കാര്യം ഒന്നുകൂടെ പറയാ. ഇത് നിങ്ങൾ തീരെ പഠിക്കാത്ത അറിയാത്ത കുട്ടികൾ ഉണ്ട് എന്ന് വിചാരിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് പേട് നെഹീം തോ ഹം നെഹീം എന്ന ഒരു സെന്റൻസ് ഉണ്ടല്ലോ, അത് എഴുതി കൊടുത്താൽ മതി. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു പോസ്റ്റർ വചനാണത്. പേട് നെഹീം തോ ഹം നെഹീം. എന്നിട്ട് പിക്ചറും വരയ്ക്കാം. ഓക്കെ, ഇനി കഹാനിക്ക് ഘടനാവോ കോ ക്രമസേ ലിഖേം. കഥയിലെ സംഭവങ്ങൾ ഇവിടെ തന്നിരിക്കുന്നത് ക്രമത്തിൽ എഴുതാനാണ് പറഞ്ഞത്. ക്രമം തെറ്റിച്ചിട്ടാണ് തന്നത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, നിങ്ങൾക്ക് ആക്ടിവിറ്റിയിൽ ഉണ്ടായിരുന്നു അതേ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഒന്നാമത്തത് ഏക്ക് ഹട്ടേ കട്ടേ ആത്മീ ഏക്ക് ബെഡേ പെടുക്കോ കാട്ടനെ പൗഞ്ചെ. മരം മുറിക്കാൻ എത്തി കുറച്ച് ബലിഷ്ഠരായ
മനുഷ്യർ മരം മുറിക്കാൻ വേണ്ടി എത്തി. അതാണ് ഒന്നാമത്തെ സെന്റൻസ്. രണ്ടാമത്തത് ലഡ്കി ജഡ് പേട് പർ ചട് ഗയി. അപ്പൊ പെൺകുട്ടി എന്താ ചെയ്തത്? വേഗം മരത്തിൽ പോയി കയറി. അതാണ് രണ്ടാമത്തത്. മൂന്നാമത്തത് ലഡ്കീനെ ചിടിയോ കി തര പേട് പർ അപ്നാ ഘോൻസല ബനാ ലിയ. പെൺകുട്ടി പക്ഷികളെ പോലെ മരത്തിൽ കൂട് കെട്ടിയതാണ് മൂന്നാമത്തത്. പിന്നെ എന്താ ഉണ്ടായത്? അട്ടേ കട്ടെ ആത്മിയോ കെ സേട്ടിനെ അജോബോ ഗരീബ് തർക്കീബേ ലഗായി. അട്ടേ കട്ടെ ആത്മികളുടെ സേട്ട് എന്ത് ചെയ്തു? പല ഉപായങ്ങളും അവളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അജീബോ ഗരീബ് തർക്കീബേം ചെയ്തില്ലേ? അതാണ് 4. അഞ്ചാമത്തത് ലഡ്കി ഓർ പേടുക്കെ ഇർദിഗിർദ് ആസാരോ ലോകികട്ട ഹോനയിലേക്ക്. പെൺകുട്ടിയുടെയും മരത്തിന്റെയും ചുറ്റിലും ഒരുപാട് ആളുകള് ഇകട്ട കാരണം പറഞ്ഞാല് ചുറ്റിലും കൂടി നിൽക്കുക, എല്ലാവരും കൂടി നിൽക്കാൻ തുടങ്ങി. പിന്നെ कई दिनों तक पेड़ काटने का इंतजार करने के बाद ആത്മി ചുപ്ചാപ്പ് വഹാം സെ ജാനയിലേക്ക്. കുറേ ദിവസം മരം മുറിക്കാൻ വേണ്ടിയിട്ട് പ്രതീക്ഷയോടെ ഇരുന്നതിന് ശേഷം ആത്മി അവിടെ നിന്നും മിണ്ടാതെ കടന്നുപോയി. അതാണ് 6ാമത്തത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്പർ വരുന്നത്. അടുത്തത് കീ ചേർക്കാനാണ്. മേ നെയ്യ് ഉദരൂങ്കി ലഡ്കി ചില്ലായി. ഞാൻ ഇറങ്ങുകയില്ല എന്ന് പെൺകുട്ടി പറഞ്ഞു അല്ലേ? മേ നെഹി ഉദരൂങ്കി ലഡ്കി ചില്ലായി. ലഡ്കി ഉറക്കെ പറയാണ്. ചില്ലാന്ന് പറഞ്ഞാൽ ആർത്ത് വിളിക്കുക, കൂവി വിളിക്കുക എന്നൊക്കെ പറയും. ഉറക്കെ ആർത്ത് പറയാണ് എന്ത്? ഞാൻ ഇറങ്ങുകയില്ല എന്ന്. അതിൽ കീ ചേർത്തിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ ആദ്യം തന്നെ ലഡ്കി ചില്ലായി കഴിഞ്ഞിട്ട് കീന്ന് എഴുതാം. ലഡ്കി ചില്ലായി കീന്ന് എഴുതാം കേട്ടോ. ലഡ്കി ചില്ലായി കീ. അതിന് ശേഷം ഇവിടെ ഇതെഴുതാം. മേ നെഹി ഉദരൂങ്കി. രണ്ടാമത് എഴുതാം. ആദ്യം ഇവിടെ എഴുതാം. ഓക്കെ, എന്താ നിങ്ങള് ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റിയിൽ നിങ്ങൾ പഠിച്ചതാണത്. അപ്പം വേണമെങ്കിൽ എങ്ങനെയാണ് നല്ല നിറം മാറ്റിയിട്ടൊന്ന് കാണിച്ചു തരാം. ഒന്നാമത് എഴുതേണ്ടത് ഇതാണ്. ഒന്നാമത് എഴുതേണ്ടത് കീ വരെ. ഒന്നാമത് എഴുതേണ്ടത് ഈ കീയും കൂടെ കൂട്ടിയിട്ട് ഫസ്റ്റ് എഴുതാം. ഫസ്റ്റ് കീ വരെ എഴുതാം. പിന്നെ മേം നെഹി ഉദരൂങ്കി ഉണ്ടല്ലോ, അതെന്ത് രണ്ടാമതായിട്ട് എഴുതാം. രണ്ടാമത് പറഞ്ഞാൽ ഇതിൻ്റെ കൂടെ തന്നെ എഴുതാം കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ മേം നെഹി ഉദരൂങ്കി എന്ന് എഴുതിയിട്ട് അതിനൊറ്റ സെൻറ്റൻസ് ആക്കി അങ്ങോട്ട് എഴുതാം. അത്രയേ ഉള്ളൂ. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു വർക്കാണിത്. അതൊന്ന് നോക്കിയിട്ട് പഠിക്കാം. നിങ്ങൾക്ക് ഏകദേശം ഇതുപോലെയുള്ള ഒരു മോഡലാണ് എക്സാമിന് ചോദിക്കാം. മിഡ് ടേമിന് ഒരു മിഡ് ടേം ക്വസ്റ്റ്യനാണ്, 20 മാർക്കിൻ്റെ. കാണുക, നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും അറിയിക്കുക. ഓക്കെ.